ഇല്ലേ? എല്ലാം സെറ്റ്. കുഞ്ഞിരാമേട്ടാ, കുഞ്ഞിരാമേട്ടോ. എന്നെ മനസ്സിലായി ചേട്ടാ? മടത്തിപ്പറമ്പില ശ്രീത്ത്. എന്താ മോനെ? ചേച്ചി ഇല്ല ചേട്ടാ? ചേച്ചി കുടുംബശ്രീക്ക് പോയല്ലടാ. മക്കളോ? അവർ പുറത്തു പോയേക്കാവുന്നു. പക്ഷെ എല്ലാവരും കൂടെ വേണമായിരുന്നു. അതെന്താ? അല്ല, നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വട്ടം കാണിക്കായിരുന്നു. അതിനെന്താ, ഞാൻ ഫ്രീ അല്ലേ, മോ കാണിച്ചു. ചേട്ടാ ഫ്രീ ആണോ? പിന്നെ ഒരു മിനിറ്റ്. കുഞ്ഞിരാമാ, ഓ എന്നെ മനസ്സിലായോ? ഈ കണ്ടോത്ത് പറയലേ അഭിലാഷ്. അഭിലാഷ മോനെ, നിന്റെ കല്യാണം കഴിഞ്ഞ? കഴിഞ്ഞ്. എപ്പോ? ഇപ്പോ. എടോ കല്യാണം മുടക്കി കുഞ്ഞിരാമാ. എന്തോ നായിന്റെ മോനെ. അങ്ങനെ വിളിയടാ. ഞാൻ എന്താടാ വിചാരിച്ചേ? എന്റെ 16 കല്യാണാലോചന മുടക്കിയപ്പോഴേ ഞാനങ്ങ് നിത്യകന്യകനായി നിന്നു പോകുന്നോ? അയ്യോ മോനെ, കുഞ്ഞിരാമേട്ട അങ്ങനെ ചിന്തിച്ചിട്ടും കൂടിയില്ല. താൻ അങ്ങനെ വിചാരിച്ചാലും അതിന് ശ്രീകുട്ടൻ ചാവണം. കിളി പോലത്തെ, നല്ല കിളി പോലത്തെ പെണ്ണിനെ അവന് കിട്ടിയത്. കൊട്ടടാ. വായിച്ചു വാ. നീ ഇവിടെ നിൽക്കണ്ട, നീ അകത്തേക്ക് പോയേ. ഡോ ഇങ്ങോട്ട് നോക്കിയേ. എനിക്ക് കല്യാണം ആലോചിച്ച് വരുന്നവരോടൊക്കെ താൻ എന്താ പറഞ്ഞ? ഞാൻ നല്ലതേ പറഞ്ഞുള്ളൂ മോനെ. നല്ലതോ? കള്ളിനും പെണ്ണിനും കഞ്ചാവിനും വരുവാൻ അടിമയാണെന്ന് താനീ നാട് മൊത്തം പറഞ്ഞു കിടത്തില്ലടോ ചേറ്റേ. നാട് മൊത്തം പറഞ്ഞു കിടന്നില്ല. പറഞ്ഞ് ഞാൻ അറിഞ്ഞ്. എന്നെങ്കിലും എൻ്റെ കല്യാണം നടന്നാലേ ഇതുപോലെ എൻ്റെ പെണ്ണിയും കൂട്ടിയിട്ട് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. എൻ്റെ ഇതൊക്കെ എൻ്റെ സെറ്റപ്പാ. കൊട്ടടാ. പൊട്ടിക്കേ. അപ്പൊ താൻ കള്ളിനും പെണ്ണിനും കഞ്ചാവിനും അടിമയായിരുന്നല്ലേ? പറ, ഞാൻ അറിയാത്തതായിട്ട് ഇനി എന്തൊക്കെയുള്ളത്? മിണ്ടിപ്പോരുത്. പറ ചേട്ടാ, എനിക്ക് ഇയാളെ കുറിച്ച് എല്ലാം അറിയണം. ഞാനായിട്ടൊന്നും പറയുന്നില്ല മോളെ. പിന്നെ തീയില്ലാതെ പുകയുണ്ടാവില്ല. താൻ എന്നെ ചതിക്കായിരുന്നല്ലേ? എന്തോ ഭാഗ്യത്തിന് ഇതൊക്കെ ഇപ്പോഴെങ്കിലും ഞാൻ അറിഞ്ഞത്. താങ്ക് യു കുഞ്ഞിരാമേട്ടാ. വെൽക്കം മോളെ. കൊട്ടട മക്കളെ, കൊട്ട്.
ആ